റാപ്പ് സംഗീതത്തിലൂടെ കേരളത്തിൽ എന്തൊക്കെയോ വലിയ ഞെട്ടിപ്പിക്കുന്ന പിടിച്ചുകുലുക്കൽ നടത്തിയ ആളാണ് വേടൻ എന്ന് പറയുന്നു. സമൂഹ മാധ്യമങ്ങളിലും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളും ഒക്കെ ഈ വേടൻ എന്ന ഹിരൺദാസ് മുരളി, അതാണ് ശരിയായ പേര്, അദ്ദേഹത്തെ ചിത്രീകരിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോഴിതാ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഒരു സർവകലാശാലയിൽ വേടൻ്റെ ഒരു കവിത പാഠ്യ വിഷയമാക്കിയിരിക്കുകയാണ്. കാലിക്കറ്റ് സർവകലാശാലയാണ് വേടൻ്റെ ഒരു കവിത എടുത്ത് സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് സാർ ഈ സർവകലാശാല ഇതിലൂടെ നൽകുന്ന സന്ദേശം എന്താണ്? അവർ ലക്ഷ്യമിടുന്നത് എന്താണ്? മഹാകവി വേടൻ അല്ലേ? കുമാരനാശാനും എഴുത്തച്ഛനും ഒക്കെ ഉള്ളൂരും ഒക്കെ പടിയിറങ്ങുമെന്ന് തോന്നുന്നു. പടിയിറങ്ങുകയല്ല, അവരെ എടുത്ത് അപ്പുറത്ത് ചവറ്റുകൊണ്ടയിൽ ഇവന്മാർ എറി. വൈലോപ്പള്ളി, പി കുഞ്ഞിരാമൻ നായർ തുടങ്ങി അതെ നീണ്ട നിര മലയാള ONV വരെ എടുത്ത് നോക്ക്. ഇപ്പം ഞാൻ ആലോചിക്കുകയാണ് കേട്ടോ, പിന്നെ സുകുമാർ അഴീക്കോട് ഇന്നിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ, അഴീക്കോട് മാഷ് പിന്നെ കോഴിക്കോട് സർവകലാശാലയിലെ പ്രൊവിസിയായി വരെ എങ്കിൽ അഴീക്കോട് മാഷ് അപ്പം തന്നെ പറയും, ഞാൻ ഇവിടുന്ന് രാജിവെക്കുകയാണ്, ഇതല്ല എന്നൊക്കെ പറഞ്ഞ് അഴീക്കോടിൻ്റെ ഈ ഒരു സംസാരമുണ്ട്, അല്പം വിറച്ചുകൊണ്ടുള്ള. അതെ, അപ്പം തന്നെ രാജിവെക്കും. പണ്ട് സാഹിത്യ അക്കാദമിയിൽ വിശിഷ്ടാംഗത്വം കൊണ്ട് തിരികെ കൊടുത്ത ആളല്ലേ. ഒരു അവാർഡ് ആർക്കോ പിന്നെ കൊടുത്തതിനെ ചൊല്ലിയുള്ള ഒരു വിവാദത്തിൽ, അതിൻ്റെ കൃത്യത ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ അഴീക്കോട് മാഷി വിശിഷ്ടാംഗത്വ പദവി തിരിച്ചു കൊണ്ട് കൊടുത്തു. അക്കാദമിയും സർക്കാരും ആകെ കൂടെ വീട്ടിലായി. അഴീക്കോട് മാഷിന് പേടിക്കാനില്ലല്ലോ, മുകളിൽ ആകാശം താഴെ ഭൂമി. അഴീക്കോട് മാഷ് മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു കോൺഗ്രസ്സുകാരനായിട്ട് മരിക്കണമെന്നാണ് ആഗ്രഹം, പക്ഷെ കോൺഗ്രസ് എന്നേക്കാൾ മുമ്പേ മരിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ ഒരു പ്രതിഭാശാലികളുടെ ഇടമായിരുന്നു കോഴിക്കോട് സർവകലാശാല കേട്ടോ. എനിക്ക് കോഴിക്കോട് സർവകലാശാലയുടെ കീഴിൽ ഞാൻ ഒരു വർഷം പഠിച്ചതാണ്. എനിക്കറിയാം അവിടുത്തെ ഇപ്പം ഏറ്റവും അവസാനം ഇപ്പം ഈ അടുത്ത കാലത്ത് മരിച്ച ഡോക്ടർ MGS നാരായണൻ, വലിയ ചരിത്രകാരനല്ലേ. എത്ര പ്രഗത്ഭന്മാരാണെന്നറിയാമോ കോഴിക്കോട് സർവകലാശാലയിലുള്ളത്. കേരള സർവകലാശാല അത് കഴിഞ്ഞിട്ടേ വരികയുള്ളൂ. ആ പ്രഗത്ഭന്മാർ പഠിച്ചതല്ല, അവർ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ ഇടത്തിലേക്ക് അവർ പിന്നെ പഠിപ്പിക്കേണ്ട ഒരു കവിതയാണ് വേടൻ്റെ കവിത. ഈ കുറച്ച് വാക്കുകളെല്ലാം സംഗീതത്തിൽ അത് വല്ല ഈ പിന്നെ ഓപ്പൺ എയറിലൊക്കെ പോയി നിന്ന് പാർട്ടി പരിപാടികളിൽ പാടിക്കോട്ടെ. CPM ഇപ്പോൾ വേടനെ വെച്ചല്ലേ കൊണ്ടുപോകുന്നതല്ലേ? അതെ. പണ്ട് CPM കമ്മ്യൂണിസ്റ്റുകാരുടെ മീറ്റിംഗ് നടത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ നോട്ടീസിലും മൈക്ക് അനൗൺസ്മെൻറ്റിലും അവസാനം പറയും, യോഗാനന്തരം സാംബശിവൻ്റെ കഥാപ്രസംഗം ഉണ്ടായിരിക്കുന്നതാണ്. ഈ സാംബശിവൻ്റെ കഥാപ്രസംഗം ഉണ്ടെങ്കിൽ ആളുണ്ടായിരിക്കും. കാരണം അതുപോലെ കാളിദാസ കലാകേന്ദ്രത്തിന്റെ നാടകം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് നാടകം. അതെ, കാളിദാസ കലാകേന്ദ്രത്തിന്റെ കോഴിക്കോട് തന്നെയുള്ള K. ദാമോദരന്റെ പാട്ടബാക്കി. കാളിദാസ കലാകേന്ദ്രത്തിന്റെ അച്ഛനും പാപ്പയും മുകേഷിന്റെ അച്ഛനാണ് അതിനകത്ത് മാധവൻ. പിന്നെ അദ്ദേഹം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ആ നാടകം കണ്ടപ്പോ അദ്ദേഹം ഒരു അസാമാന്യ പ്രതിഭയായിരുന്നു. കത്തിയെടുത്തൊരൊറ്റ ഏറ ആ ബെഞ്ചിൽ തറച്ചു നിന്നു. കാണികളെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. എന്നിട്ട് ഉറക്കെ പറയുന്നുണ്ട് വൺസ് മോർ എന്നൊക്കെ. അന്നത്തെ കാലത്ത് നാടകത്തിലെ വൺസ് മോർ എന്ന് പറഞ്ഞാൽ വീണ്ടും ഉടനെ അത് അഭിനയിക്കുകയോ പാട്ട് പാടുകയോ ഒക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ ഈ സാംബശിവന് സാംബശിവൻ മോശക്കാരനെന്നല്ല ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും കാണികളുടെ കയ്യടി നേടിയ, അവർ ഹൃദയത്തിലേറ്റി ആരാധിച്ച താരങ്ങളാണ് ഇവർ. ഞാനിപ്പോഴും നമ്മൾ ഈ ബിമൽ മിത്രയുടെ വിലയ്ക്ക് വാങ്ങാമൊക്കെ അതിനെപ്പറ്റി അറിയുന്നതും കേൾക്കുന്നതും സാംബശിവന്റെ കഥാപ്രസംഗത്തിലൂടെയാണ്. അപ്പോൾ ആളങ്ങ് കൂടുതൽ പല ഈ വിഖ്യാതരായ പല കൃതികളും അതൊക്കെ നമ്മൾ മലയാളി അറിഞ്ഞത് ഈ സാംബശിവന്റെ സാധാരണക്കാരായ ഈ വലിയ പഠിപ്പും ഇതുമൊക്കെ ഉള്ളവരല്ല, വളരെ സാധാരണക്കാരായ എഴുത്തും വായനയും പോലും അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് വരെ പല ഈ പിന്നെ വിഖ്യാത കഥാപാത്രങ്ങളെയും വിഖ്യാത കൃതികളെയും അവർ പഠിച്ചത് സാംബശിവനിൽ നിന്നാണ്. അതെ, അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഉടനെ ഈ നമ്മുടെ സാഹിത്യവാരവലം കൃഷ്ണൻ നായർ ഓർമ്മ വരും. കാരണം എത്ര പുസ്തകങ്ങളാണ് അദ്ദേഹം ഓരോ ആഴ്ചയും വായനക്കാർക്ക് പരിചയപ്പെടുത്തുന്നത്. അത് വാങ്ങാനും വായിക്കാനുമായിട്ട് പബ്ലിക് ലൈബ്രറിയിലേട്ടും മോഡേൺ ബുക്ക് സെന്ററിലും ആൾക്കാർ ഓട്ടമാണ്. അദ്ദേഹം ഒരു വലിയ പ്രചാരകനായിരുന്നു, പിന്നെ ഈ സാഹിത്യത്തിന്റെ പ്രചാരകനായിരുന്നു. അപ്പൊ ഇവരൊക്കെ വാണ ഇടത്തേക്കാണോ ഈ വേടൻ എന്നൊക്കെ പറയുന്നവരുടെയൊക്കെ കവിതയാണോ വരുന്നതെന്ന് ഞാൻ ആലോചിക്കുകയാണ്. അല്ല സാർ, അതിപ്പോ ഈ വേടനെ മാത്രം നമ്മളെ ചൂണ്ടിക്കാണിക്കണ്ട. ഇന്നത്തെ കാലത്ത് കുറെ വാക്കുകൾ പെറുക്കി വെച്ച് കവിത ഉണ്ടാക്കുക,
അതിന് വൃത്തമില്ല, ഛന്ദസ്സില്ല, പദ്യ ഭംഗിയില്ല, അതിനകത്ത് എന്താ പറയണ്ടേ, അർത്ഥം പോലും ഇല്ല. എന്തൊക്കെയോ ഇങ്ങനെ വിളിച്ചു കൂവുന്നു. അത് വലിയ കവിതയാണ്. പിന്നെ അമ്മയുടെ ഞുമിക്കി കമ്മൽ അച്ഛൻ മോഷ്ടിച്ചോണ്ട് എന്ന് പറയുന്ന കവിതയും പാട്ടും ഒക്കെ ആണല്ലോ ഇപ്പോ. പിന്നെ എന്നിട്ട് നമ്മൾ നിലവിളിക്കുകയും ചെയ്യും, മലയാളം മരിക്കുന്നേ, മലയാളം മരിക്കുന്നേ. ഈ പ്രശാന്ത് ഓർക്കുന്നുണ്ടോ VK-ന്റെ അധികാരൻ നോവല്? കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു VK-N ഒക്കെ ഇപ്പൊ ജീവിച്ചിരിക്കണമായിരുന്നു കേട്ടോ. VK-ന്റെ അമ്പുകൾ കൊണ്ട് ഇവന്മാരെല്ലാം മരിച്ചേ. VK-ന്റെ അധികാരൻ നോവല് അത് പിന്നെ ഭരിക്കുന്നവരെ മുഴുവനിട്ട് ഏൽക്കുകയാണ്. ഭരിക്കുന്നവരുടെ മുഖമടച്ചു കൊടുത്ത ഒരു അടിയാണ് ഈ അധികാരൻ നോവല്. കാലിക്കറ്റ് സർവകലാശാലയിൽ പാഠ്യവിഷയമാക്കി. എന്തൊരു വിവാദമായിരുന്നു അറിയാമോ? ഒടുവിൽ അത് പിൻവലിച്ചെന്നാ എനിക്ക് തോന്നുന്നു. അത്ര വലിയ പ്രശ്നമുണ്ട്. ഞാനത് കേട്ടിട്ടുണ്ട്. എനിക്ക് പിൻവലിച്ചോ ഇല്ലയോ എനിക്ക് അതിന് പിൻവലിച്ചു എന്നാണ് എൻ്റെ ധാരണ. വലിയ വിവാദമായി. അത് സിലബസിൽ കൊള്ളത്തില്ല, അതിനകത്ത് അശ്ലീല പദങ്ങൾ വരെ ഉണ്ടെന്നാണ്. അശ്ലീല പദങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഈ അശ്ലീല പദങ്ങൾ പലതും ഉപയോഗിച്ച് കവിത എഴുതിയാൽ കുഴപ്പമില്ല. അത് ഈ വേടനമൊക്കെ എഴുതാം. ഇപ്പൊ സിനിമയിൽ തന്നെ എത്രയോ അശ്ലീല പദങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഒരു നിവൃത്തിയില്ല. പച്ചത്തെറി ഞാൻ കേൾക്കുന്നു. അതെ അതെ, ഈ തെറി മാത്രം പറഞ്ഞുകൊണ്ടുള്ള ഒരു സിനിമ വരെ അടുത്ത കാലത്ത്. കുഞ്ചൻ നമ്പ്യാരുടെ ഒരു കവിതയിലുണ്ടല്ലോ, അടനമ്പൂരി പി, ബാക്കി ഞാൻ പറയുന്നില്ല, ഇത്തിരി വഷളാണത്. അത് ഒരു തുള്ളൽ. അത് വഷളല്ലാത്ത രീതിയിൽ അവതരിപ്പിച്ചിരിക്കും പണ്ട് അവർക്ക് കഴിയും. അപ്പൊ എന്നിട്ട് VK-നെ പോലുള്ള ഒരു പ്രതിഭാശാലിയുടെ നോവല് പിൻവലിച്ച കോഴിക്കോട് സർവകലാശാലയിലാണ് ഇപ്പോൾ വേടനെ എടുത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പിന്നെ വൈക്കം മുഹമ്മദ് ബഷീർ 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ബഷീറിന്റെ കൃതികളൊക്കെ എവിടെ കിടക്കുന്നു? PhD-ക്ക് വരെ വിഷയമായി. അവര് അത് MA-യും BA-യും പാസ്സാകണമെന്നുണ്ടെങ്കിൽ ബഷീറിന്റെ ഒരു കൃതി പഠിച്ചിരിക്കണം. പിന്നെ ബാല്യകാല സഖി, ഒന്നും കൂട്ടിയാൽ ഇമ്മിണി ബല്യ 1 എന്ന് പറയുന്ന മജീദും അല്ലേ, അങ്ങനെ എത്ര പ്രേമലേഖനം. അതെ അതെ, സാറാമ്മയും കേശവൻ നായർ അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ്. ഇത് കോഴിക്കോടിന്റെ ഒരു പ്രത്യേകത കൂടിയാണ് കേട്ടോ, എഴുത്തുകാരും. പിന്നെ അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇനി ഈ പാഠ്യരീതികളെല്ലാം അങ്ങ് മാറും എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. സർവകലാശാലയിലെ ഭാഷ ഇത്തരത്തിലാകും. വേടന്റെ കയ്യിലും പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും എഴുതി വെച്ചിട്ട് സംഗീതാത്മകം മനുഷ്യനാകണമെന്നും പറഞ്ഞ് വിപ്ലവ പിന്നെ മുദ്രാവാക്യ കവികളുണ്ടല്ലോ. അതൊക്കെ എനിക്ക് മുദ്രാവാക്യ കവിതകളായിട്ട് മാത്രമേ എനിക്ക് തോന്നുന്നു. മുദ്രാവാക്യ കവിതകളല്ല സാർ, വാസ്തവം പറഞ്ഞാൽ അതൊക്കെ ശബ്ദ കോലാഹലം ഉണ്ടാക്കുന്ന മുദ്രാവാക്യങ്ങളാണ്. അല്ലാതെ അതിനൊന്നും പഴയ കാലത്തുണ്ടായിരുന്ന ആ ഒരു അർത്ഥസമ്പുഷ്ടി പോലും അതിനില്ല. നമുക്കതിനുണ്ടെന്ന് പറയാൻ സാധിക്കില്ല. ഈ വേടനെ മിക്കവാറും സർവകലാശാല ഡീലിറ്റ് നൽകും ഏതെങ്കിലും സാധ്യത വളരെ കൂടുതൽ. പിന്നെ അത് CPM ഇവിടെ ഭരിക്കുകയാണ്. അത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു തന്ത്രമാണ്. ജാതിക്കാരുടെ ഇറക്കി ഈ ഒരു ഹിന്ദു ഐക്യം, ഹിന്ദു വോട്ട് ബാങ്ക് കേരളത്തിൽ ഉണ്ടായി വരുന്നുണ്ട് എന്ന് അവർക്കറിയാം. അതിൻ്റെ പ്രതിഫലനം അവർ കണ്ടതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മറ്റുമൊക്കെ. വലിയ തോതിൽ ഈ പിന്നാക്ക വിഭാഗങ്ങളുടെയും പട്ടികജാതിക്കാരുടെയും വോട്ട് BJP-യിലേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. അതെങ്ങനെയെങ്കിലും തടയണം. അതിന് ഈ ജാതി പറഞ്ഞ് പണ്ട് കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന അയിത്തവും അനാചാരങ്ങളും തീണ്ടലും തൊടിയിലും ഒക്കെ പറഞ്ഞ് ഇപ്പോഴും അതൊക്കെ ഉണ്ട് എന്ന്, പേരിനെങ്കിലും ഉണ്ട് എന്ന് വരുത്തി തീർത്ത് അത് ഉപയോഗിച്ച് ഈ ഒരു വോട്ട് ബാങ്കിനെ തകർക്കാൻ ഉള്ളൊരു നീച ശ്രമമാണ് അതെന്നാണ് പൊതുവേ ഉള്ളൊരു വിലയിരുത്തൽ. അതിന് കുറേയൊക്കെ ഓശാന പാടാനോ ഒത്തുപിടിക്കാനോ ഒക്കെ ചിലരും ഇതിൻ്റെ കൂട്ടത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അതുപോലെ തന്നെ ഈ ചില നരേറ്റീവുകൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ഈ പറഞ്ഞ പോലെ ചില സ്ലീപ്പർ സെല്ലുകൾ, രാജ്യത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്ന, വിഘടനവാദം വളർത്തുന്ന ചില സ്ലീപ്പർ സെല്ലുകളുണ്ട്. ഈ ദക്ഷിണേന്ത്യയെ ഉത്തരേന്ത്യയിൽ നിന്ന് വേർതിരിക്കണം, വിഘടിപ്പിക്കണം എന്നൊക്കെ ആവശ്യപ്പെടുന്ന ചില ആൾക്കാരുണ്ട്. അവരും ഈ തമിഴ്നാട്ടിലെ ജാതിക്കാരുടെ ഇറക്കി കളിക്കുന്ന DMK-യും ഒക്കെ ഇതിനൊക്കെ ഒത്താശ ചെയ്യുന്ന, ചൂട്ടുപിടിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ആ രീതിയിൽ അവർ മുന്നോട്ട് പോവുകയാണ്. അതിനകത്ത് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം തന്നെയാണ് അവിടുത്തെ അടിസ്ഥാന ഘടകം. അത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ജാതിക്കാർഡ് ഇറക്കി കളിക്കുന്നത്. അത് നമ്മുടെ സർവകലാശാലയുടെ അധപ്പതനവുമായി മാറും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.